ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 2-ാം തീയതി 307-ാമത്തെ ദിവസത്തിലെത്തി. മനോഹരമായൊരു സെൻകഥയുണ്ട്. ഒരിക്കല് ഒരു കുട്ടി മത്സ്യം, ഒരു കുഞ്ഞു മത്സ്യം കൂടെയുള്ള മീനുകളോട് ചോദിച്ചു, ഈ വെള്ളം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? അവരെല്ലാവരും ആദ്യമൊന്ന് ഞെടുങ്ങിപ്പോയി. ഇത്രയും വലിയൊരു മണ്ടത്തരമോ, ഇത്രയും വലിയൊരു വിഡ്ഢിത്തമൊക്കെ ഇവൻ ചോദിക്കാനായിട്ട് ഇവരൊട്ടും ബുദ്ധിയില്ലേ? അവർ അവനെ കളിയാക്കി. ഇത്രയും നാള് വെള്ളത്തിൽ കഴിഞ്ഞിട്ടും വെള്ളം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് അവർ അവനോട് ദേഷ്യപ്പെട്ടു. കുഞ്ഞു മത്സ്യം തൃപ്തനായില്ല. മത്സ്യങ്ങളുടെ മുത്തച്ഛനെ കണ്ടെത്തി ചോദ്യം ആവർത്തിച്ചു. മുത്തച്ഛൻ കുട്ടി മത്സ്യത്തെ തൻ്റെ പുറത്ത് കയറ്റി അവനെ കരയിൽ കൊണ്ടിട്ടു. കരയിൽ കിടന്ന് ശ്വാസം മുട്ടി പിടഞ്ഞ് ഒടുവിൽ അവൻ പതിയെ തിരിച്ചു വെള്ളത്തിൽ വീണു. അപ്പോൾ അവന് മനസ്സിലായി തുടങ്ങി വെള്ളം എന്താണ്. ഈയൊരു സെൻകഥ ഈ നല്ല ദിനം പറയാനായിട്ട് ആഗ്രഹിച്ചത്, വസിക്കുന്ന ഇടത്തിൻ്റെ വില അറിയാമോ? കുട്ടി മത്സ്യം ചോദിച്ചതുപോലെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മളും ചോദിക്കണ്ടേ? അപ്പനാര്, അമ്മയാര്, സഹോദരങ്ങൾ ആരൊക്കെ എന്നുള്ള ചോദ്യങ്ങൾ ആ പേരിനപ്പുറത്തേക്കുള്ള ചില പ്രസക്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. ചെയ്യുന്ന ജോലിയെ വെറുക്കുന്നവരും കുടുംബത്തെ നിഷേധിക്കുന്നവരും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് എടുത്ത് എറിയപ്പെട്ടാൽ പിന്നെ എവിടെയായിരിക്കും നമുക്ക് ഒരു രക്ഷയുടെ താവളം കിട്ടുക? അപ്പം എന്തിൻ്റെയെങ്കിലും വിലയും മൂല്യവും നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് നഷ്ടപ്പെടണമോ? കരയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ വിഷമിച്ചപ്പോൾ തിരികെ വെള്ളത്തിലേക്ക് വന്ന് വീഴാനായിട്ട് ഭാഗ്യം ഉണ്ടായപ്പോഴുമാണ് വെള്ളം എന്താണെന്ന് കുഞ്ഞു മത്സ്യം അറിയുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ഇല്ലായ്മയാണ് അതിൻ്റെ വില പഠിപ്പിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെടൽ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലല്ലേ? അപ്പോൾ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചതിനേക്കാൾ വില നഷ്ടപ്പെട്ടതിന് ശേഷം ചിലതൊക്കെ തിരിച്ചു കിട്ടുമ്പോഴാണ്. കുറച്ചും കൂടെ തുറന്നു പറഞ്ഞാൽ, കയ്യിലിരിക്കുന്നതിൻ്റെ വില പലപ്പോഴും കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ജലത്തിൽ ജീവിക്കുമ്പോൾ ജലത്തെ അറിഞ്ഞേ മതിയാവും. ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ കരുണയുടെ കരത്തിനുള്ളിലാണ് നമ്മൾ ഓരോരുത്തരും. എന്തുമാത്രം തിരിച്ചറിവുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്നെ ആരെന്ന് ചോദിക്കുക. ആരെന്നാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? യേശുവിൻ്റെ ആ ശിഷ്യ സമൂഹത്തോടുള്ള ചോദ്യമില്ലേ? വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 27 തുടർന്നുള്ളത്. അതിന് ഉത്തരം കൊടുത്തേ മതിയാവും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മൾ ചിലരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ആ ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? ഒപ്പമുള്ളവരെ കുറിച്ച് ഒരു നല്ല ധാരണ രൂപപ്പെടുത്താനായിട്ട്. എന്തൊരു വിധിയല്ലേ! എന്തൊരു അവസ്ഥയാണ്! അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, അവനവനെ തിരിച്ചറിയണമെങ്കിൽ, ഒരു ക്രിസ്തു അവബോധത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി പ്രവേശിച്ചാൽ അത് തുടക്കമാണ്. നമുക്ക് ഒന്ന് പരിശ്രമിച്ച് നോക്കാം. ആമേൻ.